ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. നിങ്ങളുടെ എന്ത് വലിയ പ്രശ്നമാണ് വളരെ പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരണമെന്നാണ്. നിങ്ങളുടെ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഭയങ്കരമായിട്ട് ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ അധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പൈസയുടെ ആ ഒരു വ്യവസ്ഥ വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അതിന് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. എത്രത്തോളം പൈസയുടെ ആവശ്യമുണ്ടോ അത്രത്തോളം മാനേജ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകും. ഇല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആ ഒരു ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ വർക്ക് പൂർണ്ണമായാൽ എനിക്ക് അത്രയും സന്തോഷമായിരുന്നു. അതിന് എനിക്ക് ആവശ്യം പൈസയാണ്. ആ പൈസയ്ക്കുള്ള വ്യവസ്ഥ റെഡിയാക്കി തരണേ ദൈവമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ക്യാഷിൻ്റെ ആ ഒരു വ്യവസ്ഥ ഒരിക്കലും നടക്കുന്നില്ല. അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു സ്ഥിതിയിൽ ബാലൻസ് കൊണ്ടുവരുമെന്ന് നിങ്ങൾ ദൈവത്തിനോട് തന്നെ ചോദിക്കുകയാണ്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്യാഷിന് വ്യവസ്ഥ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ തൊട്ട് നിങ്ങളുടെ ആ ഒരു പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് അതിലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ലോൺ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ കടം വാങ്ങിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുക. അതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പൈസയുടെ ആ ഒരു വ്യവസ്ഥ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജോബിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് അവിടെ ആൾക്കാർ നിങ്ങൾ ഒരു ടീം ആയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു, ആരും നിങ്ങൾക്ക് ഫേവറായിട്ട് നിൽക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അവിടെയും ഒരു നല്ല പോസിറ്റീവായിട്ട് മാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാർ ജോബ് ചേഞ്ച് ചെയ്യാം എന്ന് വരെ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അവിടെ എല്ലാവരും എനിക്ക് ദുഃഖം മാത്രമാണ് തരുന്നത്, എനിക്ക് ഫേവറായിട്ട് അവിടെ ആരുമില്ല, ഞാൻ ജോബ് കളഞ്ഞ് വേറെ ജോബ് നോക്കാം എന്ന് വരെ നിശ്ചയിച്ചിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ചില ആൾക്കാർ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും പരിവർത്തനം, അതായത് ഒരു ജോലി മാറിപ്പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, മറിച്ച് അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സ്ഥിതിയാണ് എങ്കിൽ വേറെ ജോലി തേടി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള സ്ഥിതി ആയിരിക്കുമെന്നാണ്. പക്ഷെ അവിടെയും ഇതേപോലത്തെ സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ പുതിയ പുതിയ ജോലി തേടി 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അത് ചേഞ്ച് ചെയ്യാതെ അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ. കാരണം നമ്മൾ എത്ര തന്നെ മോശം സാഹചര്യമായാലും അതിനെ റിലീസ് ചെയ്ത് മറ്റൊരു സാഹചര്യം തേടി പോവാതെ ഉള്ള സിറ്റുവേഷനിൽ ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾ സിറ്റുവേഷനെ കണ്ട് പേടിച്ച് ഓടാതെ ആ ഒരു സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പോരാടി വിജയിക്കണം നിങ്ങൾ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് സ്ഥാന പരിവർത്തനം ചെയ്താൽ മാറുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് എന്ത് സിറ്റുവേഷൻ ആയാലും അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കൊരു റിയാക്ഷൻ കൊടുത്ത് നിർത്തുക. നിങ്ങൾ കൂടുതലായിട്ടും യെല്ലോ കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. മഞ്ഞ കളർ ചന്ദനം ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നെറ്റിയിലിടുക. ഇതെല്ലാം നല്ലതാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ പേടിച്ച് മാറിപ്പോവരുത്. ഫൈറ്റ് ചെയ്ത് വിജയിച്ച് അതിലൊരു ബാലൻസ് കൊണ്ടുവരുവാൻ നിങ്ങൾ. ഇവിടെ ഒരു ഗ്രഹത്തിൻ്റെ പ്രശ്നം കാരണമാണ് നിങ്ങൾക്കിതിപ്പോൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യെല്ലോ കളർ ഫുള്ളായിട്ട് ധരിക്കാൻ പറഞ്ഞതും ചന്ദനം നെറ്റിയിലിടാൻ പറഞ്ഞതും.
ഇവിടെ നിങ്ങളുടെ ആ ഒരു വാണിയുടെ ആ ഒരു പ്രഭാവം ഒരിക്കലും മറ്റുള്ളവർക്ക് മോശമായിട്ട് വരാൻ പാടില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഫ്യൂച്ചറിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ആ ഒരു സൈൻ നിങ്ങൾക്ക് മുന്നേ കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ ഒരു സമയം ഈ ഒരു കാര്യവും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. വരാൻ പോകുന്ന സമയം എന്താണോ ഉണ്ടാവുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ ഇൻഡ്യൂഷനായിട്ട് വരും. ഇവിടെ ബ്ലാക്ക് ഓർ ബ്ലൂ കളർ ടോട്ടലി അവോയ്ഡ് ചെയ്യണം നിങ്ങൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, ബ്ലാക്ക് ഓർ ബ്ലൂ കോമ്പിനേഷൻ. ചില സമയം ദൈവം നിങ്ങളെ ശരിയായ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാതെ മോശം സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. അത് മനഃപൂർവ്വമായിട്ടാണ് ഉണ്ടാവുന്നത്. ഭാഗ്യം ഉറപ്പായിട്ടും മാറുന്നതാണ്. ഇനി സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും വിഷമം അനുഭവിക്കേണ്ടി വരത്തില്ല. ഇച്ചിരി സന്തോഷത്തിന് വേണ്ടി ഒത്തിരി വിഷമം അനുഭവിക്കേണ്ട ആ ഒരു സ്ഥിതിയിൽ മാറ്റമുണ്ടാകും. ചില ആൾക്കാർക്ക് ഒരു സന്തോഷം ലഭിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് സ്റ്റക്ക് സിറ്റുവേഷനൊക്കെ അനുഭവിച്ച് ആയിരിക്കും ഒരു സന്തോഷം ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ വിചാരിക്കും വേണ്ട, ഇങ്ങനൊരു സന്തോഷം എനിക്ക് വേണ്ട, അതിനു വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. കാരണം നമ്മുടെ ആഗ്രഹം നശിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെ പിറകെ പോകുന്നത് നിർത്തും. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിചാരിക്കും വേണ്ട, എന്തിനാ വെറുതെ അതിൻ്റെ പിറകെ പോകുന്നത് എന്ന് വിചാരിക്കും. ചില ആൾക്കാർക്ക് ഇങ്ങനെയായിരിക്കും, അതായത് ഒരു സിറ്റുവേഷനിൽ ഇവർ ഇങ്ങനെ ഇരിക്കുകയാണ്, ആ സിറ്റുവേഷനിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ തെറ്റുകാരാണ് എന്നാണ്. ഈശ്വരനല്ലാതെ ആ സമയത്ത് വേറെ ആരും നിങ്ങളുടെ കൂടെ ഇല്ല. എല്ലാവരും നിങ്ങൾ തെറ്റുകാരാണെന്ന് പറയുന്നു. ആ ഒരു സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങളൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ടും ആൾക്കാർ നിങ്ങളെ തെറ്റുകാരാണെന്നാണല്ലോ പറയുന്നത് എന്ന്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വീനസിൻ്റെ ആ ഒരു പ്രഭാവം നല്ലതാക്കാൻ വേണ്ടി റോസിൻ്റെ ആ ഒരു നമ്മളെ സെൻറ്റ് ഉണ്ടാവത്തില്ലേ, റോസിൻ്റെ ആ ഒരു സെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ പിറകെ പോയിട്ട് വരത്തില്ല, സന്തോഷം നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു ഉപായം നിങ്ങൾ ചെയ്യുക. റോസിൻ്റെ സെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അത് വീനസിൻ്റെ പ്രഭാവം നല്ലതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ചില സമയം നിങ്ങളുടെ ആ ഒരു ജാതകം നോക്കിയിട്ട് ജ്യോതിഷി പറയും ഈ ഒരു സമയം നല്ല സമയമാണല്ലോ നിങ്ങളുടേത്, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ നല്ല സമയമാണല്ലോ എന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് ആ നല്ല സമയത്തിൻ്റെ പ്രഭാവമൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇവിടെ ആ ഒരു ജ്യോതിഷം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കും ആ സമയം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷേ ആ ഒരു സമയമായിട്ട് നിങ്ങൾക്ക് ഒരു പരിണാമവും കിട്ടിയില്ല. അതായത് ജ്യോതിഷൻ പറഞ്ഞു നിങ്ങളുടെ ഇന്ന സമയം നല്ലതാണ് എന്ന്, പക്ഷേ അതനുസരിച്ച് ഒരു പരിണാമവും നിങ്ങൾക്ക് ലഭിച്ചില്ല. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഉപായങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളോട് യെല്ലോ കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കുക. രണ്ടാമത് ഞാൻ പറഞ്ഞു റോസിൻ്റെ പെർഫ്യൂം വാങ്ങിച്ച് യൂസ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്യുക. പിന്നെ ബ്ലാക്കും ബ്ലൂവും കളർ വസ്ത്രം ധരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ വർക്കിൽ എന്തെങ്കിലും പ്രശ്നം തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അവിടെ എല്ലാം തടസ്സം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഉപായങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ മാറും എന്നാണ് ഇവിടെ ഞാൻ പറയുന്നത്. നിങ്ങളത് ചെയ്തു നോക്കൂ. വീട്ടിൽ വസ്ത്രങ്ങൾ ഒരിക്കലും വാരി വലിച്ചിടരുത്. എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് അടുക്കി പറക്കി വയ്ക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസമെങ്കിലും ഉപ്പ് വെള്ളത്തിൽ നിങ്ങൾ കുളിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞു എന്നിട്ട് 1 കപ്പ് ജലത്തിൽ ഇച്ചിരി ഉപ്പിട്ടിട്ട് ആ കപ്പിലെ വെള്ളം ലാസ്റ്റ് നിങ്ങൾ കുളിച്ച് കയറിയില്ലേ ആ വെള്ളം തലയിൽ ഒഴിക്കുക. കപ്പിലെ വെള്ളം തലയിൽ ഒഴിക്കുക. ഇവിടെ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ഈഗോ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇത് നിങ്ങൾക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി. കാരണം അവരുടെ ആ ഒരു ഈഗോയുടെ ആ ഒരു ഇത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതായത് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തിയെ ഇവരിൽ നിന്ന് അകറ്റിയാൽ ഈ വ്യക്തി ഒറ്റപ്പെടും, ആരുമില്ലാതാവും. അങ്ങനെ വരെ പല ആൾക്കാരും നിങ്ങളുടെ ലൈഫിൽ ചെയ്തു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാണനായിട്ടുള്ള വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റി. ഇവിടെ അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ കൊണ്ടുവരായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പ്രാണനായിട്ടുള്ള വ്യക്തിയെ അവർ ഒരിക്കലും നിങ്ങളിൽ നിന്ന് മാറ്റേണ്ടായിരുന്നു. പക്ഷേ അവർ അതും ചെയ്തു. അതായത് ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം എഴുതുന്നത് അവരാണ് എന്നാണ്, അല്ലാതെ മുകളിലിരിക്കുന്ന ഈശ്വരനല്ല, ഇവരാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്.
ഇവിടെ ഒരു വ്യക്തി അവരെ ഈശ്വരനായിട്ട് കാണുകയാണെങ്കിൽ യൂണിവേഴ്സ് ഉറപ്പായിട്ടും അവർ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ബലം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ദൈവം എന്താണ് ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് മനുഷ്യനാണെങ്കിൽ മനുഷ്യനായിട്ടിരിക്കുക, അല്ലാതെ ഈശ്വരൻ്റെ ജോലി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ അവരുടെ ഭാഗ്യവിധാതാവായിട്ട് കണ്ട് നിങ്ങളുടെ ലൈഫിൽ പല മോശം കാര്യങ്ങളും ചെയ്തു. പക്ഷെ അവരുടെ ആ ഒരു ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കും. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ എപ്പോഴൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം അവർ വിചാരിക്കുന്നത് നിങ്ങൾ ഒറ്റപ്പെടുത്തി ഇനി നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി തിരിച്ച് ചിരിക്കുക. മുകളിലൊരാളുണ്ടല്ലോ, അവർ എന്തായാലും നിങ്ങൾ ചെയ്തതിൻ്റെ ആ ഒരു ശിക്ഷ നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിൽ നിങ്ങളും അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുക. അല്ലാതെ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി കരയരുത് ഒരിക്കലും. ആ ഒരു സമയം പറ്റുമെങ്കിൽ ആകാശത്ത് നോക്കിയിട്ട് ഈ ഒരു വ്യക്തി അവരുടെ ആ ഒരു പവർ എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നു, അപ്പോൾ അങ്ങയുടെ പവർ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രം പറയുക. ഇവിടെ സമയം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം തരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ന്യായത്തിന് വേണ്ടിയാണോ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് ആ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പിടിച്ചെടുത്തു, പക്ഷേ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നഷ്ടമാകുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇവരുടെ പ്രാണൻ ഏതിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്ന ആ ഒരു പ്രാണനായിട്ടുള്ള ആ ഒരു കാര്യത്തെ ഇവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നതാണ് ഈശ്വരൻ. ഇവർക്കും ത്യാഗവും സമർപ്പണവും കൊടുക്കേണ്ടി വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ന്യായത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്ന ആ ഒരു ന്യായം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണോ, അതായത് വീട്ടിൽ വല ഉണ്ടാവാൻ പാടില്ല, തുണികൾ വാരി വലിച്ചിടാതെ അടുക്കി പെറുക്കി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ നേരെ ചെയ്യുമെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ഒരു അംഗം അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കൂടുതലായിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ പാടില്ല. പിന്നെ കണ്ണാടി സാധനങ്ങൾ, കണ്ണാടി ടൈപ്പ് പാത്രങ്ങൾ കൂടുതലായിട്ട് വാങ്ങിക്കാൻ പാടില്ല. ഇത് രാഹുവിൻ്റെ പ്രഭാവം വളരെ മോശമാക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ കൂടുതലായിട്ട് ഉണ്ടാകും. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യും, പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവർ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ. ഇവിടെ ഇനി വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്ക് ഉണ്ടാകുന്ന അവസ്ഥ, അങ്ങനെയാണെങ്കിൽ രാവിലെ എണീച്ച ഉടനെ നിങ്ങൾ ദുർഗാ കവചം അത് ഇട്ട് കേൾക്കുക. അതായത് വീട്ടിലെ വഴക്ക് കുറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന ദുർഗാ കവചം ഫോണിലിട്ടിട്ട് നിങ്ങൾ കേട്ടാൽ മതി. ഇല്ല എങ്കിൽ ഉപ്പ് വെള്ളത്തിൽ നിങ്ങളുടെ ആ ഒരു വീട് തുടയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് വെള്ളം തളിക്കുമ്പോൾ ഉപ്പിട്ട വെള്ളം തളിക്കുക നിങ്ങൾ. ഇല്ല എങ്കിൽ വീടിൻ്റെ ആ ഒരു തെക്ക് കിഴക്ക് ഭാഗത്ത് കുറച്ച് ഉപ്പ് ഒരു പോളിത്തീൻ കവറിൽ ഇട്ട് വയ്ക്കുക, അത് നല്ലതാണ്. അതായത് പോളിത്തീൻ കവറിൽ ഉപ്പിട്ടിട്ട് കെട്ടി വയ്ക്കുക ആ ഭാഗത്തായിട്ട്. സാറ്റർഡേയിലാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ വീണ്ടും അടുത്ത സാറ്റർഡേ അത് കളഞ്ഞിട്ട് പുതിയത് വയ്ക്കാൻ ശ്രമിക്കുക. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ വാസ്തുപരമായിട്ടുള്ള അതും മാറ്റം വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. ഇതുകൂടാതെ നിങ്ങൾ ഹനുമാൻ ചാലീസ കൂടെ വായിക്കുന്നത് നല്ലതാണ്. വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ കേൾക്കാനും പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതായത് നിങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നു അപ്പോഴെല്ലാം ഹനുമാൻ ചാലീസ വായിച്ചിട്ട് വേണം നിങ്ങൾ പുറത്ത് പോവാൻ. ഹനുമാൻ സ്വാമിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ലെങ്കിൽ ഫോണിൽ കേട്ടാലും മതി. ഇങ്ങനെ ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്. ഇവിടെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആൾക്കാർക്കും ഹനുമാൻ ചാലീസ നല്ലതുപോലെ അറിയാം. ഹനുമാൻ ചാലീസ നിങ്ങളുടെ വഴികൾ നേരെയാക്കും, നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ മാറ്റും, ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ മേൽ ഉണ്ടാവത്തില്ല. ഇതിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, പക്ഷെ അത്രത്തോളം പ്രഭാവം ഉണ്ടാവത്തില്ല ഭഗവാന്റെ ആ ഒരു ഹനുമാൻ ചാലീസ നിങ്ങൾ വായിക്കുകയാണ് എങ്കിൽ. അപ്പോൾ ഈ ആൾക്കാർ എത്രത്തോളം നിങ്ങളെ വിഷമിപ്പിക്കുന്നോ തിരിച്ച് ഇവരുടെ നേർക്ക് തന്നെ ഈശ്വരൻ ഇവരുടെ ശിക്ഷ കൊടുക്കുന്നതാണ്. നിങ്ങളെപ്പോഴും വിചാരിക്കുന്നത് ആൾക്കാർ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് നിർത്തണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നേറണം എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം ലഭിക്കുന്നതായിട്ട്, സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട്, രോഗ ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട്, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ഒരു കാര്യം എങ്ങനെ നടക്കും ദൈവമേ എന്നാലോചിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട, ആ ഒരു കാര്യം നടക്കും എന്നാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. എന്ത് പ്രശ്നം റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത്, ആ ഒരു പ്രശ്നം റിലേറ്റഡ് ആയിട്ട് ഉള്ള പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർണ്ണമാകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്തിൽ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു, ആ ഒരു ആഗ്രഹം നടന്നു, വീണ്ടും അവിടെ പോയി നന്ദി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ പൂർണ്ണമാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല ഇത്ര പെട്ടെന്ന് ആഗ്രഹം നടക്കുമെന്ന്. അങ്ങനെ നിങ്ങൾക്ക് പോലും സർപ്രൈസ് ആവുന്ന രീതിയിൽ ഒരു ആഗ്രഹം പൂർണ്ണമായി അടുത്തുള്ള ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്തോ അല്ലെങ്കിൽ ദൂരെയുള്ള ധാർമ്മിക സ്ഥലത്തോ പോയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ ഈ ഒരു പ്രാർത്ഥന സാധിച്ചു തരണം ദൈവമേ എന്നാണ്. ആ ഒരു പ്രാർത്ഥന പൂർണ്ണമായിട്ടും നടക്കുന്നതാണ്. ഇവിടെ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയുക, നിങ്ങൾ സന്തോഷം ആകർഷിക്കുന്ന ആളാണ് എന്ന്. ഇവിടെ ദൈവം എന്ത് ദുഃഖത്തിൽ നിന്നാണ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നത് നോക്കുമ്പോൾ നെഗറ്റിവിറ്റിയിൽ നിന്ന്, ബ്ലാക്ക് മാജിക്കിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണം നിങ്ങളുടെ ലൈഫ് മറ്റൊരാളുടെ നിയന്ത്രണത്തിലായിപ്പോയി. അതായത് ഈ ബ്ലാക്ക് മാജിക് ഇത്രയും നിങ്ങളുടെ നല്ല വർഷം കളഞ്ഞു. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ എല്ലാ കഴിവുകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരു ബ്ലാക്ക് മാജിക് ബന്ധിച്ച് വച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാജിക് കാരണം നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആ ഒരു ആൾക്കാർ പോലും നിങ്ങളെ സഹായിക്കാത്ത രീതിയിൽ നിങ്ങളെ എന്തോ ബന്ധിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. അതായത് പൂർണ്ണമായിട്ടും ആരോ നിങ്ങളെ ബന്ധിച്ച് വച്ചിരിക്കുന്നു. നിങ്ങളുടെ ലൈഫ് സമർപ്പണത്തിന് വേണ്ടി ഉണ്ടായതാണ്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഉണ്ടായതല്ല, മറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ലൈഫ്. അതായത് നിങ്ങളുടെ ആ ഒരു തല ആരോ കെട്ടി വച്ചേക്കുന്ന തല ഭയങ്കരമായിട്ട് വേദന, തലയിൽ എന്തോ ഒരു ഭാരമുള്ളതുപോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അതെല്ലാം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു ഇതാണ്. ഈ ഒരു കാര്യത്തിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരിക്കും, ഒന്നല്ലെങ്കിൽ 2 ഹെൽത്ത് ഇഷ്യൂ എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ആ ഒരു ഇതിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂ വരുന്നത്. എപ്പോഴും തലവേദന നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓരോ അതായത് മസിൽസിൽ ഓരോന്നായിട്ട് വേദന, നിങ്ങളുടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ കാലുകൾക്കുള്ള വേദന, അതായത് കുറച്ച് നിന്ന് ജോലി ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഭയങ്കരമായിട്ട് വേദന വരുന്നു, വീണ്ടും പോയി റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും വന്ന് ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നം. ഇതുപോലെ ഋതുഭേദങ്ങൾ മാറുന്നതനുസരിച്ച് കഫ്, കോൾഡ്, പനി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവുക. ഈ ഒരു നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് പോകുന്നതായിട്ട് ഇനി ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി ആർക്കും നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കത്തില്ല, ആർക്കും നിങ്ങളെ തെറ്റായ വഴിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല, ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കത്തില്ല, ആർക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥിതികൾ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കും, മറ്റൊരാളുടെ കയ്യിലായിരിക്കത്തില്ല. ഒരിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരത്തില്ല നിങ്ങൾക്കിനി അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നേക്കുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക ഈ റീഡിങ്. അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.